He's playing. He's trying too hard. He's playing. ഈ വീഡിയോ കണ്ടോ? മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഒരു മണൽപ്പരപ്പിലൂടെ നടക്കുന്ന വീഡിയോ ആണിത്. അതിലെന്താ ഇത്ര അതിശയം എന്നല്ലേ? ആ നടക്കുന്നത് ജോ ബൈഡൻ അല്ല, മറിച്ച് റോബോട്ടാണ് എന്നൊരു പ്രചരണം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അതായത് ജോ ബൈഡൻ വർഷങ്ങൾക്ക് മുന്നേ മരിച്ചു. അപ്പോൾ 5 വർഷം അമേരിക്ക ഭരിച്ചതാരാ? ജോ ബൈഡൻ അല്ലേ, അതോ റോബോട്ടായിരുന്നോ? ഇങ്ങനെ ചില ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ വ്യാപിക്കുന്ന തരത്തിലുള്ള വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. നിലവിലുള്ളത് ജോ ബൈഡൻ അല്ല, റോബോട്ടാണ് എന്നതടക്കമുള്ള ചർച്ചകളൊക്കെ പ്രചരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ ഒരു ചർച്ച വന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു സംശയത്തിലേക്ക് എത്തി, എന്തുകൊണ്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുന്നു? അതിനും ഒരു കാരണമുണ്ട്. എപ്സ്റ്റീൻ ഫയൽസ്. അമേരിക്കൻ നീതിന്യായ വകുപ്പ് പുറത്തുവിട്ട ജെബ്രി എപ്സ്റ്റീൻ കേസുമായി ബന്ധപ്പെട്ട പുതിയ രേഖകൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ വലിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളിൽ ഒന്നാണ് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെ സംബന്ധിച്ചുള്ള കാര്യം. 2019 ജോ ബൈഡൻ ഒരു ഫയറിംഗ് സ്ക്വാഡിനാൽ വധിക്കപ്പെട്ടുവെന്നും ഇപ്പോൾ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന്റെ അതേ രൂപസാദൃശ്യമുള്ള മറ്റൊരു വ്യക്തിയാണ് എന്നുമുള്ള വിചിത്രമായ വാദങ്ങളാണ് എപ്സ്റ്റീൻ ഫയൽസിൽ പരാമർശിച്ചിരിക്കുന്നത്. ഈ എപ്സ്റ്റീൻ ഫയൽസ് പുറത്തു വന്നതോടെ ജോ ബൈഡൻ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ ജോ ബൈഡൻ മരിച്ചു, ഇപ്പോഴുള്ളത് ജോ ബൈഡൻ അല്ല, ഒന്നുകിൽ അദ്ദേഹത്തിന്റെ രൂപസാദൃശ്യമുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ അതൊരു റോബോട്ട്. അത്തരത്തിലുള്ള ചില ചർച്ചകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വർദ്ധിക്കുകയാണ്. തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകൾക്കിടയിൽ മാത്രം പ്രചരിച്ചിരുന്ന ഈ ഗൂഢാലോചന സിദ്ധാന്തം ഇപ്പോൾ ഔദ്യോഗിക ഫയലുകളുടെ ഭാഗമായതോടെ വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ കൂടി ഒരുക്കിയിരിക്കുകയാണ്. എപ്സ്റ്റീൻ ഫയലുകളിലെ ഇമെയിൽ സന്ദേശങ്ങളാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങളുള്ളത്. 2019 ബൈഡൻ കൊല്ലപ്പെട്ടുവെന്നും പിന്നീട് അദ്ദേഹത്തിന്റെ രൂപസാദൃശ്യമുള്ള ആളെയോ ക്ലോണിനെയോ ഉപയോഗിച്ചാണ് അധികൃതർ ലോകത്തെ വിശ്വസിപ്പിക്കുന്നതെന്നുമാണ് ഈ സന്ദേശങ്ങളിൽ അവകാശപ്പെടുന്നത്. മുൻപ് എസ്റ്റിമോട്ട് എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ് ഈ സന്ദേശങ്ങൾ അയച്ചത് എന്നാണ് നിഗമനം. എപ്സ്റ്റീനെ പോലെയുള്ള ഉന്നതരുടെ ഒരു രഹസ്യ സംഘം കുട്ടികളെ പീഡിപ്പിക്കുന്നതിനും കടത്തുന്നതിനും പിന്നിലുണ്ടെന്നും അതിന്റെ ഭാഗമാണ് ഈ നീക്കങ്ങളെന്നുമാണ് ഇമെയിലിൽ ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപം. അയച്ചയാളുടെയും സ്വീകരിച്ചയാളുടെയും വിവരങ്ങൾ FBI മറച്ചു വെച്ചിട്ടുണ്ടെങ്കിലും ഉള്ളടക്കം പുറത്തു വന്നത് വലിയ ആശയക്കുഴപ്പങ്ങളിലേക്ക് നയിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഈ വിഷയവുമായിട്ട് ട്രംപ് നടത്തിയ ചില വാദങ്ങൾ അതും കൂടി ഇപ്പോൾ ചർച്ചയിൽ വലിയ സ്ഥാനം പിടിക്കുന്നുണ്ട്. ഈ വിചിത്രവാദങ്ങൾ നേരത്തെ തന്നെ വലതുപക്ഷ ഓൺലൈൻ ഇടങ്ങളിൽ സജീവമായിരുന്നു. 2025 പകുതിയോടെ നിലവിലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ഇത് വീണ്ടും പങ്കുവച്ചിരുന്നു. ഇതോടെ വിഷയം ആഗോള ശ്രദ്ധ നേടി. ജോ ബൈഡൻ എന്നൊരാൾ നിലവിലില്ല, അദ്ദേഹം 2020 വധിക്കപ്പെട്ടു, ഇപ്പോൾ കാണുന്നത് ജീവനില്ലാത്ത രൂപങ്ങളെയാണ് എന്നായിരുന്നു ട്രംപ് പങ്കുവച്ച പോസ്റ്റിലെ പ്രധാന ഭാഗം. 2020 മുൻപും ശേഷവുമുള്ള ബൈഡന്റെ ശരീരപ്രകൃതിയിലും താടിയലിന്റെ ആകൃതിയിലും വന്ന മാറ്റങ്ങൾ ഇതിന് തെളിവായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ആഗോള ഗൂഢാലോചന പുറത്തുവന്ന ഇമെയിലുകളിൽ കേവലം വ്യക്തിപരമായ ആക്ഷേപങ്ങൾ മാത്രമല്ല, സൈനിക ട്രിബ്യൂണുകൾ, ക്വാണ്ടം സർവൈലൻസ് സിസ്റ്റങ്ങൾ, ലോകത്തെ നിയന്ത്രിക്കുന്ന ഇല്യൂമിനാറ്റി പോലുള്ള രഹസ്യ ഗ്രൂപ്പുകൾ എന്നിവയെക്കുറിച്ചും സന്ദേശങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ ജോലിയിൽ നിന്ന് അന്യായമായി പിരിച്ചുവിടപ്പെട്ടതിലുള്ള അമർഷമാണ് ഈ സന്ദേശങ്ങളുള്ളതെന്നും ഇതിൽ പരാമർശിച്ചിരിക്കുന്ന പല കാര്യങ്ങളും നിലവിലെ ലോകക്രമത്തിനെതിരെയുള്ള വലിയൊരു പോരാട്ടത്തിന്റെ ഭാഗമാണെന്നും ചിലരെങ്കിലും വീക്ഷിക്കുന്നുണ്ട്. ഇത് കേവലം ഒരു വ്യക്തിയുടെ മാനസിക വിഭ്രാന്തിയല്ല, മറിച്ച് അദൃശ്യമായ അധികാര കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള സൂചനകളാണെന്ന് ഒരു വിഭാഗവും വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും വിചിത്രവാദങ്ങളാണ്, നമുക്ക് മനുഷ്യ മനസാക്ഷിയൊക്കെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള വാദങ്ങളും വെളിപ്പെടുത്തലുകളും ഒക്കെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ് സത്യം, ഏതാണ് മിഥ്യ എന്ന് നമ്മൾ അറിയാത്ത ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. എന്തായാലും ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിലൊരു വാദം ഉന്നയിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള വാദപ്രതിവാദമാണ്, അത്തരത്തിലാണ് ഡൊണാൾഡ് ട്രംപ് ആ കാര്യം പറഞ്ഞതെങ്കിൽ ഓക്കെ. പക്ഷേ എപ്സ്റ്റീൻ ഫയൽസിലും പറയുന്നുണ്ട് 2020 ജോ ബൈഡൻ മരിച്ചു. അപ്പോൾ നമ്മൾ അതിനുശേഷം കണ്ടത് ആരെയാണ്? പ്രത്യേകിച്ച് 5 വർഷം അമേരിക്ക ഭരിച്ചത് ജോ ബൈഡൻ ആണ്. 2020 മരിച്ച ജോ ബൈഡൻ പിന്നെ എങ്ങനെയാണ് അമേരിക്ക ഭരിച്ചത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. ട്രംപ് പറയുന്നത് പോലെ 2020 ജോ ബൈഡൻ മരിക്കുകയും അദ്ദേഹത്തെ ക്ലോണിങ്ങിലൂടെ പുനഃസൃഷ്ടിച്ചതാണ് എന്നതടക്കമുള്ള വാദങ്ങൾക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. എന്തായാലും ജോ ബൈഡൻ എന്നൊരാളെ ഇല്ല, അദ്ദേഹം മരിച്ചു എന്ന് പറയുന്ന ഈ വാദങ്ങളുടെ പിന്നിലുള്ള സത്യം എന്താണ്? അതും ഒരു ചോദ്യമായി തന്നെ നിലവിൽ അവശേഷിക്കുകയാണ്. അതേസമയം
മറ്റൊരു കാര്യം, അതായത് ഈ എപ്സ്റ്റീൻ ഫയൽസിൽ ജോ ബൈഡന്റെ പേരേ ഇല്ല എന്ന് മറ്റൊരു വശത്ത് വാദങ്ങൾ ഉയരുന്നുണ്ട്. അതായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ കൊണ്ട് അമേരിക്കയിൽ ഹൈ പ്രൊഫൈൽ സെക്സ് റാക്കറ്റ് നടത്തിയ ജെഫ്രി എപ്സ്റ്റീന്റെ അന്വേഷണത്തിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പേര് ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്ന് അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും എപ്സ്റ്റീൻ ഫയൽസ് ജോ ബൈഡൻ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, ജോ ബൈഡൻ ജീവിച്ചിരിപ്പില്ല, അങ്ങനെ ഒരുപാട് ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഏതാണ് സത്യം ഏതാണ് മിഥ്യ അറിയില്ല. എന്തായാലും ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുന്നുണ്ട്.